ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ. നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് 2019, 2022, 2023 വർഷങ്ങളിൽ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് മൂന്ന് ഒന്നിച്ചു കൊടുത്ത് വരുന്നത് കൊണ്ടല്ല, കുറച്ച് ചോദ്യങ്ങളാണ് ഈ 3 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ടേമിന് കൂടുതലും നമുക്ക് രണ്ടാം പാർട്ടിൽ നിന്നാണ് ഉണ്ടാവുക. അതിനർത്ഥം ഫസ്റ്റ് പാർട്ടിൽ നിന്നില്ല എന്നുള്ളതല്ല, ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. അഥവാ നമ്മുടെ ഓണപരീക്ഷയുടെ ഭാഗത്തു നിന്നും കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങളായതുകൊണ്ടാണ് ഈ 3 വർഷത്തെയും നമ്മൾ ഒന്നിച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2019, 2022, 2023 വർഷങ്ങളിൽ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 28 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് -4. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 28ഉം പൊതു വ്യത്യാസം -4ഉമാണ്. റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ശ്രേണി എഴുതുക. ഫൈൻഡ് ദ 8th ടേം. ശ്രേണിയുടെ 8ാം പദം എഴുതുക. വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 15 ടേംസ്. ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് -28, -24, -20. -28, -24, -20 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്താണ്? 4 മാർക്കിന് 2019 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ടേം 28ആണ്, കോമൺ ഡിഫറൻസ് -4ആണ്, ശ്രേണി എഴുതാനാണ്, സീക്വൻസ് എഴുതാനാണ്. അപ്പോൾ 28 സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മൈനസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ 28 അതിൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 24, കാരണം കോമൺ ഡിഫറൻസ് -4ആണല്ലോ. അപ്പോൾ 4 മൈനസ് ചെയ്ത് പോവുക. 24, 20, 16 അങ്ങനെ പോകും. ഇനി ഫൈൻഡ് ദ 8th ടേം. ഇതിലെ 8ാം പദം കാണാനാണ്. 8th ടേം കാണാൻ നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ ആണെന്ത്? x8 = x1 + 70. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ടേം കാണാൻ അതിൽ നിന്ന് 1 കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ടേം ആഡ് ചെയ്താൽ മതി. ഇപ്പം 9th ടേം ആണ് കാണേണ്ടതെങ്കിൽ എങ്ങനെയാണ്? x1 + 8d ആണ്. ഇവിടെ 8th ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x1 + 70. x1 നമുക്കറിയാം 28 ആണ്, d നമുക്കറിയാം -4 ആണ്. അത് ഇതിൽ ഇട്ട് കൊടുക്കുക. സോ 28 + 7 × d -4 ആണ്. 28ലോട്ട് 7 കൂട്ടിയിട്ടല്ല ഗുണിക്കേണ്ടത്, ബോർഡ് മാസ് പ്രകാരം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 4 28 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരാൾ മൈനസ് ആയാൽ ആൻസറും മൈനസ് ആവും. അപ്പോൾ 28 - 28, 28 - 28 പോയാൽ എത്ര? 0. അപ്പം ഇത് ഈ ശ്രേണിയുടെ 8ാം പദം എത്രയാണ്? 0 ആണ്, 0. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്താണെന്നാണ് ചോദ്യം. മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം ഒന്നും കാണാൻ നിൽക്കരുത്. 15ാം പദം തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ 15ാം പദം കണ്ടുപിടിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ n/2 × 2f + n - 1 × d അതിലോട്ടും പോകരുത്. ഓക്കെ, നോക്കി, ഈ 15 എന്ന് പറയുന്ന ഒറ്റസംഖ്യ അല്ലേ? ഒറ്റസംഖ്യ വന്നു കഴിഞ്ഞാൽ അവിടെ സമ്മ കാണാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? മിഡിൽ ടേം × നമ്പർ ഓഫ് ടേംസ്. മധ്യപദം × പദങ്ങളുടെ എണ്ണം. ഓക്കെ, നമുക്കിതൊരു സബ് ഡിവിഷൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ആ മിഡിൽ ടേം കണ്ടുപിടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ബി പാർട്ടിലൊക്കെ. ഇപ്പോൾ ഇവിടെ 15 ടേമുകളുടെ സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 15ന്റെ മിഡിൽ ടേം ആരാന്ന് നോക്കണം. എങ്ങനെയാ 15ന്റെ മിഡിൽ ടേം നോക്കുക? 15ക്ക് 1 കൂട്ടുക, എത്രയാ? 16 കിട്ടും. അതിൻ്റെ പകുതി എത്രയാ? 8. ഓക്കെ, ഒറ്റസംഖ്യയുടെ മിഡ് പോയിന്റ് കാണുന്നത് എങ്ങനെയാ? അതിലേക്ക് 1 കൂട്ടുക, അതിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, ആ 15ലോട്ട് 1 കൂട്ടിയ 16, 16ന്റെ പകുതി 8 ആണ്. അഥവാ 8ാമത്തെ പദം അതിവിടെ തന്നിക്കണ്, കണ്ടോ? നമ്മൾ ബിയിൽ കണ്ടുപിടിച്ചതാണ്. അതിവിടെ കൊടുക്കുക. അപ്പോൾ തുക = മിഡിൽ ടേം × നമ്പർ ഓഫ് ടേംസ്. മനസ്സിലായല്ലോ? ഒറ്റസംഖ്യകളുടെ എണ്ണാണ് വരുന്നതെങ്കിൽ 15 പദങ്ങളുടെ തുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റസംഖ്യകളാണ് നമ്പർ ഓഫ് ടേംസ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ x8 × 15. മിഡിൽ ടേം എന്ന് പറയുന്നത് x8 ആണ്, 8th ടേം ആണ്. പിന്നെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ആണ്? 15 ടേംസ് ആണ്. അപ്പോൾ x8 × 15. x8 എത്രയാ? 0. അപ്പോൾ 0 × 15, 0. കണ്ടോ? ദെൻ ഇതിലെ
ലാസ്റ്റ് ചോദ്യം വരുന്നതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 15 പദങ്ങളുടെ തുക. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് x8 ആണ്. ഓക്കെ, ആദ്യം ഞാൻ കോമൺ ഡിഫറൻസ് കാണാണ്. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറക്കുക കേട്ടോ. സെക്കൻഡ് ടേം -24 മൈനസ് ഫസ്റ്റ് ടേം -28. രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ -24 + 28. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം 28 24 പോയാൽ എത്രയാ 4. വലുത് പോസിറ്റീവ് ആണ്, സോ 4. ഇനി ഇതിൻ്റെ മിഡിൽ ടേം കാണണം. ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെയാണ്. മിഡിൽ ടേമിൻ്റെ നമ്പർ ഓഫ് ടേംസ് ആണ്. 15 ടേം ആണ്. 15ൻ്റെ മിഡിൽ ആരാ? 15ക്ക് 1 കൂട്ടുക 16. അതിൻ്റെ പകുതി 8. ഓക്കെ, അപ്പോൾ എട്ടാമത്തെ ടേം കാണണം. x1 + 7d. x1 എന്ന് പറയുന്നത് -28 ആണ്. d എന്ന് പറയുന്നത് 4 ആണ് ഇവിടെ. ഓക്കെ, ഇതാ. സോ -28 + 7 × 4 ആദ്യം ഗുണിക്കണം വേണ്ടേ? അപ്പോൾ -28 + 28 7 × 4 എത്രയാണ്? 7 × 4 എത്രയാണ്? 28 ആണ്. സോ 28 - 28 എത്ര കിട്ടും? 0. അപ്പോൾ ഇവിടെയും 8 പദങ്ങളുടെ തുക എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ മറക്കരുത്. ഏതാണ്? ഒറ്റ സംഖ്യ അഥവാ ഒറ്റ സംഖ്യയാണ് നമ്പർ ഓഫ് ടേംസ് വരുന്നതെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് യൂസ് ചെയ്യുക. ഏതാണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അപ്പോ ഇനി നമ്മൾ 15 പദങ്ങളുടെ സമ്മ് കാണണം. x8 × n 0 × 15 0 ആണോ? അടുത്തൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5th ടേം ആൻഡ് 8th ടേം ഈസ് 12. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദവും 8ാം പദവും തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 15th ആൻഡ് 9th ടേം? 9ാം പദവും 15ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? If 11th term of this sequence is 45, find the 20th term. ഈ ശ്രേണിയിലെ 11ാം പദം 45 ആയാൽ 20ാം പദം കണ്ടെത്തുക. സോ ഈ ക്വസ്റ്റ്യനിൽ 5th ടേമും 8th ടേമും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട് അല്ലേ? 5th ടേമും 8th ടേമും തമ്മിലുള്ള ഡിഫറൻസ് 12 ആണ്. സോ x8 - x5 എന്ന് പറഞ്ഞാൽ 12 ആണ്. x8നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 + 7d എന്ന് എഴുതാം. x5നെയോ x1 + 4d എന്നും എഴുതാം. ഓക്കെ, അപ്പൊ x8ന് ഞാൻ x1 + 7d മൈനസ് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഒക്കെ എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ ഈ x1 നെഗറ്റീവ് ആവും, +4dയും നെഗറ്റീവ് ആവും. ഇതാ ഈ x1 ക്യാൻസൽ ആയി പോകും. ഇനി 7d നിന്ന് 4d പോയാൽ എത്രയാ? 3d. അതിൽ നിന്ന് d = 12/3 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി 15ാമത്തെ പദവും 9ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ x15 - x9. x15 എന്ന് പറഞ്ഞാൽ എന്താ? x1 + 14d മൈനസ് x9 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ x1 + 9d. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഒക്കെ എന്താവും? നെഗറ്റീവ് ആകും. x1 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും അല്ലെ? x1 - x1. പിന്നെ 14d എന്ന് 8d പോയാൽ ബാക്കി 6d ഉണ്ടാവും. d എത്രയാണ്? 4 ആണ്. അപ്പൊ 6 × 4 24. കണ്ടോ? ഓക്കെ, 6 × 4 എത്ര കിട്ടും? 24 കിട്ടും. ദെൻ ബി ക്വസ്റ്റ്യൻ 11th ടേം തന്നിട്ടുണ്ട് 45 ആണ് എങ്കിൽ 20ാമത്തെ ടേം നോക്കി. നമ്മൾ nth ടേം കാണാനുള്ള ഇക്വേഷനിൽ ഫസ്റ്റ് ടേം തന്നാൽ മാത്രമല്ല വേറെ ഏത് ടേം തന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞുള്ള ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ 11ാമത്തെ ടേം വെച്ചിട്ടാണ് ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. നോക്കിയാൽ x20 = x11 + 21 - 11d. എങ്ങനെ 21 - 11d വന്നതെന്നറിയോ? അതായത് 11ാമത്തെ പദം നമുക്കറിയാം. 11ാമത്തെ പദത്തേക്ക് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 20ാമത്തെ പദം കിട്ടുക? 9 പ്രാവശ്യം. അപ്പോൾ 20 - 11 അല്ലേ? അപ്പോൾ നിങ്ങളതൊരു ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ xn = എന്താണ്? x1 + n - 1 × d ആണ് അല്ലേ? അപ്പോൾ ഇവിടെ n-അനുസരിച്ച് ഇവിടെ വാല്യൂ മാറും. ഇപ്പോൾ ഇവിടെ x20 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഇവിടെ 1 ആണല്ലോ. അപ്പോൾ ഇവിടെ x1 ആണെന്നുണ്ടെങ്കിൽ 20 - 1 ആണ്, അങ്ങനെ മാറും. ഇനി ഇവിടുത്തെ നമ്പർ മാറുന്നതിനനുസരിച്ച് മാറും. ഇവിടെ x2 ആണെന്നുണ്ടെങ്കിൽ n - 2 വരും.
ഇവിടെ x3 ആണെന്നുണ്ടെങ്കിൽ n-3 വരും. ഇവിടെ x4 ആണെന്നുണ്ടെങ്കിൽ n-4 വരും. ഇവിടെ x10 ആണെന്നുണ്ടെങ്കിൽ n-10 വരും. അപ്പോൾ ഇവിടെ x11 ആണെന്നുണ്ടെങ്കിലോ n-11 വരും. n20 ആണ്. ഓക്കെ, കാരണം 11ാമത്തെ ടേമിന്ന് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി? 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി അല്ലെ? 11ാമത്തെ ടേം 45 അപ്പൊ 45 പ്ലസ് 9 ഇൻറ്റു 4, 9×4 എത്രയാ? ഇനി 45ക്ക് 36 കൂട്ടുക. 6 5 11ക്ക് 1 ശിഷ്ടം 1 4 5 3 8 81 കിട്ടും. മൂന്നാമത്തെ ചോദ്യം, with the first term of an arithmetic sequence is 12, sum of first 3 terms 51. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 12ഉം ആദ്യത്തെ 3 പദങ്ങളുടെ തുക 51. What is the second term of the arithmetic sequence? സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം എഴുതുക. Find the 8th term of the arithmetic sequence. എട്ടാം പദം എഴുതുക. Find the sum of first 15 terms. 15 പദങ്ങളുടെ തുക കണ്ടെത്തുക. എട്ടാം പദം കിട്ടിക്കഴിഞ്ഞാൽ 15 പദങ്ങളുടെ തുക അല്ലെ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ സെക്കൻഡ് ടേം കണ്ടെത്തണം മക്കളെ. ഇവിടെ സം ഓഫ് 3 ടേംസ് എന്ന് കണ്ടോ? സം ഓഫ് 3 ടേംസ് 3 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, 51. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മിഡിൽ ടേം തന്നെയാണ്. 3ന്റെ മിഡിൽ അല്ലേ 2. അപ്പൊ ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടെത്താം? സെക്കൻഡ് ടേം കണ്ടെത്താം. S3 51 തന്നിട്ടുണ്ട്. 51 S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടേമിന്റെ സമ്മ്. അതിന് ഞാൻ യൂസ് ചെയ്തത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് കേട്ടോ. എന്താ യൂസ് ചെയ്തത്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, അഥവാ ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. 3ന്റെ മിഡിൽ അല്ലേ 2, 3ക്ക് 1 കൂട്ടുക 4, 4ന്റെ പകുതി 2 അല്ലെ? അപ്പോൾ മിഡിൽ ടേം x2 ആണ്, ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 3 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 53 കിട്ടും. ഈ ഇൻറ്റു 3 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഇനി നമ്മൾ 51നെ സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5ൽ ഒരു പ്രാവശ്യം വരും, 1 3 3. 5ന്ന് 3 പോയാൽ 2 കിട്ടും. 1നെ അറക്കി എഴുതി 7 3 21. അപ്പൊ x2 17 എന്ന് കിട്ടും. x2 എത്ര കിട്ടും? 17. അപ്പൊ രണ്ടാമത്തെ പദായില്ലേ മക്കളെ? രണ്ടാമത്തെ പദം എത്രയാണ്? 17. സെക്കൻഡ് ടേം ആയി എത്രയാ? 17. ഇനി ഡി കാണണം. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ നമുക്ക് ഡി കിട്ടും അല്ലെ? സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം 17ന്ന് 12 പോയാൽ ഡി കിട്ടും, അത് 5 ആണ്. ഇനി നമുക്ക് എട്ടാം പദം കാണാം. എട്ടാം പദം കാണാൻ എന്താ? ആദ്യ പദത്തിന്റെ കൂടെ 7 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 12 തന്നിട്ടില്ലേ? അപ്പൊ 12 + 7 × 5. ആദ്യം 7 × 5 ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ആദ്യം. 7 5 35. 35ക്ക് 12 കൂട്ടുക. 35ക്ക് 10 കൂട്ടിയാൽ 45 ആയി. 45 2 47. ദെൻ സമ്മ് കാണണം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. 15ന്റെ മിഡിൽ ടേം എത്രയാണ്? x8 ആണ്, ഇൻറ്റു 15. x8 47 ആണ്. അപ്പം 47 × 15 ചെയ്യണം. 47 × 15 ചെയ്യണം. 7 5 35ക്ക് 5 ശിഷ്ടം 3 വരും. 4 5 23 23. ഒരു 7 7, ഒരു 4 4. ആഡ് ചെയ്യാം. 5 7 3 10ക്ക് 0 ശിഷ്ടം 1, 2 1 3 4 3 7, 705 കിട്ടും. ഓക്കെ, അപ്പോൾ 15 പദങ്ങളുടെ സം എത്രയാണ്? 705. 705 705. ഇത്രയും ചോദ്യങ്ങളാണ് 2019, 2022, 2023 വർഷങ്ങളിലായിട്ട് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലാകെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്നൊക്കെ വളരെ കുറച്ചാണ്. അരിത്തമെറ്റിക് സീക്വൻസ്, സർക്കിൾസ്, ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക സെക്കൻഡ് ടേം എന്ന്. ഓക്കെ, പിന്നെ പബ്ലിക് എക്സാമിന് പിന്നെ എല്ലാ ചാപ്റ്ററൊന്നും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഈ വരുന്ന ഡിസംബർ 11 നമ്മളുടെ എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഡു വെൽ. ഓക്കെ, ബൈ.